നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാൻ പോകണേട്ടതാ. ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹർത്താലായിട്ട് നല്ല ചിക്കൻ പെരട്ടും നല്ല കപ്പയും ഈസി കുക്കിംഗ് ആണ്. എല്ലാവർക്കും ഫ്രണ്ട്സായിട്ട് വരുമ്പോൾ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വന്ന സ്പോട്ട് ഇതാണ്, പറണ്ടോടാണ് സ്പോട്ട്. നമ്മളിതാ ഇവിടെയാണ് ഇന്ന് നമ്മൾ അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളിവിടെ തന്നെ ഒരേ സമയത്ത് 2 അടുപ്പ് സെറ്റ് ചെയ്യണം കേട്ടോ, എന്നാലും നമുക്ക് ടൈമില്ല. നമ്മൾ വന്നപ്പോൾ തന്നെ ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 4 മണിക്ക് നന്ദൂനും പോകണമെന്നുള്ളതുകൊണ്ട് പടയിൽ നിന്ന് 2 അടുപ്പായിട്ട് സെറ്റ് ചെയ്ത് പെട്ടെന്ന് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ദാ കുട്ടു ജയൻ്റെ മോയ് ചിക്കൻ വാഷിംഗ് ആണ്. നമ്മൾ 2.5 കിലോ അല്ലേ, 2.5 കിലോ ചിക്കൻ വാങ്ങിച്ചു, 2 കിലോ മരിച്ചീനി വാങ്ങിച്ചു. ബാക്കി സാധനങ്ങളെല്ലാം ലാസ്റ്റ് ഇതിൻ്റെ ടോട്ടൽ പ്രൈസ് എത്രയെന്ന് ഞാൻ പറഞ്ഞുതരാം. വലിയ പൈസയൊന്നുമില്ല. 2.5 കിലോ ചിക്കന് എത്ര 350. പിന്നെ ബാക്കി അലർച്ചിയുള്ള സാധനങ്ങളെല്ലാം കൂടെ വാങ്ങിച്ചത് എല്ലാം കൂടെ ഒരു 10-600-700 രൂപ അതിനകത്തായി. നമ്മളിപ്പോൾ തന്നെ 6 പേരുണ്ട്, 120-130 രൂപ വെച്ച് ഷെയർ, അത്ര ആയതേ ഉള്ളൂ. 2 അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടികൾ. 2 കിലോ കപ്പയുണ്ടേ. അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് ഹർത്താലായിട്ട് ഫുൾ ക്രൗഡ്, വരുന്ന വഴികൾ ഫുൾ ക്രൗഡ്. ഇത് നോക്കിയേ, അവിടെ ഇപ്പം ആ കാണുന്ന സ്പോട്ടിൽ അവിടെ ആൾക്കാരുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ആൾക്കാരുണ്ട്. നമ്മൾ ഇരിക്കുന്ന സ്പോട്ടിന് മുകളിലോട്ട് അവിടെ ഒരു 4-5 ടീമുകളുണ്ട്, ഫുൾ ഫാമിലീസ്. ഇന്ന് ഹർത്താലായിട്ട് കേരളത്തിലെ ജനങ്ങൾ ഹർത്താൽ എന്ന് പറഞ്ഞാൽ ആഘോഷിക്കണം. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു മാസത്തിലൊരു ഹർത്താലെങ്കിലും വേണം, എല്ലാവരും എൻജോയ് ചെയ്യട്ടെ. ഇന്ന് പെട്രോൾ കിട്ടാൻ ഇന്ന് രാവിലെ ഞാൻ ഇന്നലെ പെട്രോൾ അടിക്കാൻ മറന്നു, അതുകൊണ്ട് ഇന്ന് പെട്രോളിൻ്റെ കേസ് മാത്രം കുറച്ച് ടാസ്ക്കായി പോയി. എന്നാലും പിന്നെ ഇന്നലെ മങ്കാത്ത കുപ്പിയിൽ വാങ്ങിച്ചു. അത് പിന്നെ അതിൽ നിന്ന് ഒരു 10 കുറച്ച് ഒഴിച്ചൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് വന്നത്. ഇനി തിരിച്ച് വിടത്തൊന്നും അറിയത്തില്ല. എന്തായാലും എന്താ ചിക്കനുള്ളതും കപ്പയ്ക്കുള്ളതും അടുപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി കത്തിക്കുക, കപ്പ വെട്ടുന്നേ ഉള്ളൂ ചെറുക്കൻ, അത് റെഡിയാക്കുക, ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. കപ്പ കട്ട് ചെയ്തേട്ടാ. അപ്പൊ നമ്മളിതാ ഇതിന്റെ തുടങ്ങുകയാണ്. ആദ്യം ഫസ്റ്റ് കുറച്ച് എണ്ണ ഒഴിക്കുക, ഓയിൽ. അപ്പൊ നമ്മള് കട്ട് ചെയ്ത് വെച്ച സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കീറിയിട്ടത്, ഇത്രയും സാധനം ഇട്ട് ആദ്യം ഒന്ന് വഴക്കണം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വരണം. ഏകദേശം ഒരു ബ്രൗണിഷ് കളർ വരുന്നവരെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. നമ്മളിതാ കപ്പയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം ഒട്ടും നമുക്ക് പടപടയുന്ന പരിപാടികളെല്ലാം പടയിൽ നടക്കും. ഇനി ഇതും കൂടെ കത്തിക്കുക, ബാക്കി പരിപാടികൾ നോക്കുക. നമുക്ക് കപ്പയ്ക്കകത്തുള്ള ആവശ്യത്തിനുള്ള ആദ്യം ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഏകദേശം ഒന്ന് വഴണ്ട് ഒരു ഏകദേശം കളറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബാക്കിയുള്ള മസാല കാര്യങ്ങളാണ് ഇനി ചേർക്കാനുള്ളത്. വഴറ്റി വന്ന ഇതിലോട്ട് മഞ്ഞപ്പൊടി, പാകത്തിനുള്ള മഞ്ഞപ്പൊടി ഇടണം. അതിനോട്ടുള്ള ചിക്കൻ മസാല പൊടിയും കൂടെ അത്യാവശ്യം നല്ലപോലെ ഒന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റണം കേട്ടോ, അത്യാവശ്യത്തിനുള്ളത്. ഇനി നമ്മൾ വഴറ്റി വന്നതിലോട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചോ. ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം. ഏകദേശം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ചിക്കൻ അങ്ങോട്ട് തട്ടുക. മിക്സി. ഓക്കെ. അപ്പോൾ ഇതിലോട്ട് ഇനി കുറച്ച് മുളക് പൊടി ഇടണം. നമ്മൾ മുളക് പൊടി കൊണ്ടൊന്നുമില്ല, പിന്നെ താഴെയുള്ളൊരു ചാണ്ടയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് നല്ല മുളക് പൊടി ഇട്ട് ഇനി നമ്മുടെ ചിക്കൻ മസാല, ബാലൻസ് ഉള്ള ചിക്കൻ മസാല ഇടണം. ആ ചിക്കൻ മസാല എടുത്തിട്ടാ, ചിക്കൻ മസാല ഇട്, ബാലൻസ് ഉള്ള അതോടെ ഇട്ടേ. ചിക്കൻ മസാല ഇല്ല പോടാ. ചിക്കൻ മസാല ഇടും, നല്ലപോലെ മിക്സ് ചെയ്യും, നല്ലപോലെ ഇളകി കൊടുക്കും. അത്യാവശ്യം നല്ലപോലെ ഇളക്കും. ഇനി കുറച്ച് തക്കാളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാമേ. കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നല്ലോടാ, കുറച്ച് മല്ലിയില ഇടും. ഏകദേശം നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. എരിയുണ്ടോ നോക്കടാ, എരി ഉപ്പുണ്ടോ നോക്ക്.
ഉപ്പുണ്ടോ? എരി കുറവ്. കുരുമുളക് പൊടി ഇടാം. നല്ല കുരുമുളക് പൊടിയേ, അത്യാവശ്യം നല്ല കുരുമുളക് പൊടി, നല്ല ഇളകി കൊടുക്കാം. നല്ല പെപ്പർ തലത്തിൽ തൂക്കലായി കിട്ടും. അപ്പടിതാ കുറച്ച് ടേസ്റ്റ് വരും. കുറച്ച് വറ്റിയിട്ട് കുറച്ച് ഇടാം. ആ ഇട് കുരുമുളക് പൊടി ഇവിടെ ഇരിക്കട്ടെ, എന്നാലേ കുറച്ച് നല്ല തൂക്കലായിരിക്കുള്ളൂ, എരി തൂക്കലായിട്ടിരിക്കുള്ളൂ. ഉപ്പ് കറക്റ്റല്ലോ. ഇനി കുറച്ചുകൂടെ വറ്റിയിട്ട് ഇനി തൈര് ഇടാം. മുളക് കീറി ഇടണം. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ വറ്റിയിട്ട് നമുക്ക് തൈര് ഒഴിക്കണം. നമ്മൾ തിളച്ച് വന്നതിന് കുറച്ച് മല്ലിയില ഇടണം. മല്ലിയില എടുത്തിട്ട് ഇടാം. ഇനി തൈര് ഒഴിക്കണം കേട്ടോ. തൈര് കുറച്ചുകൂടെ വറ്റിയിട്ട് ഒഴിക്കണം. ഒന്ന് ഇനി തൈരും കാര്യങ്ങളൂടെ ഇനി ഒഴിക്കാറുണ്ട്. ലാസ്റ്റ് ഗാർണിഷായിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ. നമ്മൾ ഏകദേശം വറ്റി വന്നതിലൂടെ നമ്മൾ ഇത്തിരി തൈരുണ്ടല്ലോ, തൈര് അത്യാവശ്യം അങ്ങോട്ട് കറക്കി അങ്ങ് ഒഴിച്ചു കൊടുക്കണം. അത്യാവശ്യം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ലപോലെ കലക്കടാ തൈര്. ഇനി ഒരു അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റും കൂടെ നല്ലപോലെ ഒന്ന് വേവിക്കുമ്പോൾ അത്യാവശ്യം വറ്റി വരും. കപ്പ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കപ്പ ഊറ്റി മേടിക്കണം. ചിക്കൻ കറി ഏകദേശമായിട്ട് മറ്റേ അതെടുത്ത് വെച്ചിട്ട് ഊറ്റി മേടിക്കാം. വെള്ളം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കറിയും കൂടെ ഏകദേശം ആയിട്ടുണ്ട്. അതുമായിട്ടൊരു മിക്സിംഗ് ഉണ്ട്, കാണിച്ചു തരാം. കറി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. നമ്മളിനി കറിയിലോട്ട് നമ്മുടെ കപ്പ ഇടാൻ വേണം. കപ്പ ഇടാം. കറിയിലോട്ട് നമ്മുടെ കപ്പ ഇട്ടിട്ടുണ്ട്. ഇനി ഈ കറിയിലോട്ട് കപ്പ നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ ഈ കറിയിലോട്ട് ഈ കപ്പയെ മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റും കൂടെ നമ്മളിങ്ങനെ വെക്കുന്നു. ഒന്ന് തണുപ്പിക്കാനും കൂടെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതങ്ങ് തുറന്ന് നോക്കാം. അടിപൊളിയായിരിക്കും. ഫുള്ള് ഗ്രേവി എല്ലാ കപ്പയിലും നല്ലപോലെ മിക്സായി അടിപൊളിയാണ്. അതാ സെറ്റായില്ലേ? സാധനം സെറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ ഇവിടെ നിന്ന് ഇത് ഈ സൈഡ് ഫോറസ്റ്റ് ഏരിയയാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ നിന്ന് സാധനം എടുത്തിട്ട് നേരെ അപ്പുറത്തെ സൈഡ് കുഴപ്പമില്ല. അപ്പുറത്തെ സൈഡ് ഫോറസ്റ്റ് ഏരിയ അല്ല. അപ്പുറ സൈഡ് അവർ നിൽക്കുന്ന ആ സൈഡ് നമ്മൾ കൊണ്ടുവച്ചിട്ട് കുറച്ച് നേരം തണുത്തിട്ട് കഴിക്കാനുള്ളൊരു പ്ലാനിങ് ആണ്. പിന്നെ ഇതെല്ലാം ഇവിടെ ഉള്ള ചേട്ടന്മാരാണ് കേട്ടോ. നല്ല സപ്പോർട്ട്, നമുക്ക് അറിയാവുന്നവരൊക്കെ തന്നെയാണ്. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് പരിചയമില്ലാത്തടത്തൊക്കെ നോക്കി കണ്ടൊക്കെ ഇറങ്ങുക. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാൻ പോകണം കേട്ടോ. സാധനം സെറ്റ് ആയി. അത് കാണാനില്ലല്ലോ. സാധനം എങ്ങനെയുണ്ട്? അതുപോലെ നല്ലൊരു മനുഷ്യൻ കേട്ടോ. നല്ലൊരു മനുഷ്യൻ. കിണ്ടികളാക്കി കഴിപ്പോടങ്ങ്. പണി പാളി കേട്ടാ. ആള് പോയെന്നാണ് തോന്നണത്. എടുത്ത് ടേസ്റ്റ് നോക്കിയാണ്. ടേസ്റ്റ് ഉണ്ടോ? ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ലോ, അടിപൊളി. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലാസ്റ്റ് പറ്റിയും കൂടെ പോലീസൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ